ചാമ്പ്യൻസ് ലീഗിൽ ബയൺ ബാഴ്സ പോരാട്ടത്തിന് ദിവസങ്ങൾക്ക് മുമ്പാണ് സംഭവം. റഫീഞ്ഞയുടെ 11ാം നമ്പർ ജേഴ്സിയിൽ സ്പാനിഷ് യുവതാരം നിക്കോ വില്യംസിന്റെ പേരെഴുതി ബാഴ്സ ആരാധകരിൽ ചിലർ എക്സിൽ ഫോട്ടോകൾ പങ്കുവെക്കുന്നു. നിക്കോ വില്യംസിന്റെ കൂടുമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് റഫീഞ്ഞ ടീം വിടുമെന്ന തരത്തിൽ ഫുട്ബോൾ പണ്ഡിറ്റുകൾക്കിടയിൽ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. യൂറോയിലെ നിക്കോ ലമീൻ യമാൽ സഖ്യത്തെ കറ്റാലൻ കൂടാരത്തിലും അവതരിപ്പിക്കാനുള്ള പദ്ധതിയിലായിരുന്നു ബാഴ്സ. നിക്കോയുടെ ട്രാൻസ്ഫർ സാധ്യമാകുമെന്ന് നേരത്തെ ഉറപ്പിച്ച ചില ആരാധകർ റഫീഞ്ഞ ക്യാമ്പ് നൗ വിടുമെന്നും തീർച്ചപ്പെടുത്തി. അങ്ങനെയാണ് ആ 11ാം നമ്പർ ജേഴ്സിയിൽ നിക്കോയുടെ പേരുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഇത് റഫീഞ്ഞയെ വല്ലാതെ ചൊടിപ്പിച്ചു. ബയണിനെതിരായ മത്സരത്തിന് തൊട്ടു മുമ്പ് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആരാധകർക്കെതിരെ ബ്രസീലിയൻ താരം തുറന്നടിക്കുകയും ചെയ്തു. ആ സംഭവം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അതൊരർത്ഥത്തിൽ എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ക്ലബിനായി മൈതാനത്ത് സർവസ്വം സമർപ്പിക്കുന്നവരാണ് ഞങ്ങൾ. സ്വാഭാവികമായും ഇതുപോലുള്ള കാഴ്ചകൾ ഞങ്ങളെ വേദനിപ്പിക്കും. റഫീഞ്ഞ മനസ്സുറന്നു. അതിനിടെ മുൻ ബാഴ്സ നായകൻ ടെൻഡെ സാഞ്ചസിന്റെ പ്രതികരണം എരുതിയിൽ എണ്ണ പകരുന്നതായി. നിക്കോയെ ടീമിലെത്തിക്കാനായി റഫീഞ്ഞയെ വിൽക്കേണ്ടി വന്നാൽ യാതൊരു കുഴപ്പവുമില്ലെന്നായിരുന്നു സാഞ്ചസിന്റെ പ്രതികരണം. താൻ ടീം വിട്ടു പോകണം എന്നാഗ്രഹിക്കുന്നവർക്കുള്ള മറുപടി റഫീഞ്ഞ പിന്നെ മൈതാനത്ത് വച്ചാണ് നൽകിയത്. ബയണിനെതിരെ എസ്റ്റാഡി ഒളിമ്പിക്സ് ലൂയിസ് കമ്പനി സ്റ്റേഡിയത്തിൽ പന്തുരുണ്ടു തുടങ്ങി 52ാം സെക്കൻഡിൽ തന്നെ അയാൾ വലകൊടുക്കി. 56ാം മിനിറ്റിൽ നിറഞ്ഞു കവിഞ്ഞ ഗാലറിക്ക് മുന്നിൽ ഹാട്രിക് പൂർത്തിയാക്കി. 2015 ശേഷം ഒരിക്കൽ പോലും ബയണിനോട് ജയിച്ചിട്ടില്ലെന്ന നാണക്കേടിന്റെ റെക്കോർഡ് ബാഴ്സ കഴുകിക്കളഞ്ഞത് റഫീഞ്ഞയുടെ ചിറകിലേറിയാണ്. ചാമ്പ്യൻസ് ലീഗ് വേദിയിൽ ബയണിനെതിരെ ഹാട്രിക് കുറിക്കുന്ന 4ാമത്തെ മാത്രം താരമായിരുന്നു റഫീഞ്ഞ. 2002 റോയ് മക്കയും 2014 സെർജിയോ അഗ്യൂറയും 2017 ക്രിസ്ത്യാനോ റൊണാൾഡോയുമാണ് ഇതിനു മുമ്പ് UCL വേദിയിൽ ജർമ്മൻ അധികാരികളുടെ വലയിൽ 3 തവണ പന്തെത്തിച്ചത്. 2022 ലീഡ്സ് യുണൈറ്റഡിൽ നിന്ന് ക്യാമ്പ് നൗവിൽ എത്തുമ്പോൾ ഒരു സൂപ്പർ താര പരിവേശമൊന്നും റഫീഞ്ഞയ്ക്ക് ആരും പതിച്ചു നൽകിയിരുന്നില്ല. 5 വർഷത്തെ കരാറിൽ 50 മില്യൺ യൂറോക്കായിരുന്നു ക്യാമ്പ് നൗവിലേക്കുള്ള റഫീഞ്ഞയുടെ രംഗപ്രവേശം. പിന്നെയുള്ള 2 വർഷം ബാഴ്സയിൽ പ്രത്യേകിച്ച് വലിയ റോളുകളൊന്നും അയാൾക്കുണ്ടായിരുന്നില്ല. 2 സീസണിലും 10ലധികം തവണ അയാളുടെ ബൂട്ടുകൾ ശബ്ദിച്ചില്ല. തന്റെ സ്വാഭാവിക പൊസിഷനിൽ കൂടുതൽ സമയം കളിക്കാൻ റഫീഞ്ഞയ്ക്ക് അവസരങ്ങൾ കിട്ടാതായി. ഷാവിക്ക് അയാളിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു തുടങ്ങി. എന്നാൽ ഹാൻസി ഫ്ലിക്കിന് കീഴിൽ കഥയാകെ മാറി. ഈ സീസണിൽ റഫീഞ്ഞയുടെ അത്ഭുതപ്പെടുത്തുന്ന ട്രാൻസ്ഫോർമേഷൻ കണ്ട് മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുകയാണിപ്പോൾ ആരാധകർ. ലാലിഗയിൽ 11 ഗോളുകളുമായി ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ ലെവൻഡോസ്കിക്ക് താഴെ 2ാമത്. 6 തവണ ഗോളുകൾക്ക് വടിയൊരുക്കി അസിസ്റ്റ് പട്ടികയിലും 2ാം സ്ഥാനത്ത്. ചാമ്പ്യൻസ് ലീഗിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. 6 ഗോളുമായി റഫീഞ്ഞ UCL ഗോൾ വേട്ടക്കാരുടെ പട്ടികയിലും 2ാം സ്ഥാനത്തുണ്ട്. യൂറോപ്പിലെ പ്രധാനപ്പെട്ട 5 ലീഗിലെ കളിക്കാരെ എടുത്ത് നോക്കിയാൽ പോലും അത്ഭുതപ്പെടുത്തുന്ന സ്റ്റാറ്റസുകളാണ് റഫീഞ്ഞയുടേത്. ഈ സീസണിൽ ബ്രസീലിയൻ താരത്തിന്റെ ഗോൾ ആൻഡ് അസിസ്റ്റ് പെർ മാച്ച് റേഷ്യോ 1.50 ആണ്. ഈ പട്ടികയിൽ റഫീഞ്ഞയ്ക്ക് മുന്നിൽ ഒരേ ഒരാൾ മാത്രം 1.53 ആവറേജ് ഉള്ള ബയണിന്റെ ഹാരി കെയ്ൻ. താൻ ബാഴ്സ വിടുന്നതിനെ കുറിച്ച് മുമ്പ് ഒരുപാട് തവണ ആലോചിച്ചിട്ടുണ്ടെന്ന് റഫീഞ്ഞ സീസണിന്റെ തുടക്കത്തിൽ മനസ്സു പറഞ്ഞിരുന്നു. ഇടയ്ക്കിടെ ഞാൻ എന്നെ കുറിച്ച് ആത്മവിമർശനങ്ങൾ നടത്താറുണ്ട്. അത് വലിയ സമ്മർദ്ദത്തിലേക്ക് ചിലപ്പോൾ മനസ്സിനെ തള്ളിക്കിടും. ആരാധകർ ഞാൻ ക്ലബ് വിടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നറിഞ്ഞതോടെ വല്ലാതെ പതറിപ്പോയി. ഒടുവിൽ ഞാൻ ക്യാമ്പ് നൗ വിടുന്നതിനെ കുറിച്ച് ആലോചനകൾ ആരംഭിച്ചു, റഫീഞ്ഞ പറഞ്ഞു വെച്ചു. എന്നാൽ ഹാൻസി ഫ്ലിക്കിന്റെ വരവ് റഫീഞ്ഞയുടെ തലവര തന്നെ മാറ്റി. ലമീൻ യമാൽ യൂറോയിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച് സ്പാനിഷ് ടീമിനെ കിരീടമണിയിച്ചതോടെ റഫീഞ്ഞയെ ഒരു സെക്കൻഡ് ചോയ്സ് റൈറ്റ് വിംഗറായി മാത്രമേ ഫ്ലിക്ക് പരിഗണിക്കൂ എന്നാണ് ആരാധകർ കരുതിയിരുന്നത്. എന്നാൽ റഫീഞ്ഞയിൽ സാവി കാണാത്ത മറ്റു ചിലത് കണ്ടതുകൊണ്ടാകണം അയാളെ സീസണിന്റെ തുടക്കത്തിൽ ഒരു സെൻട്രൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ കളത്തിൽ ഇറക്കാൻ ഫ്ലിക്ക് തീരുമാനമെടുത്തു. ഫെറാൻ ടോറസിന്റെ പരിക്കിനും ഡാനി ഓൾമോയുടെ വരവിന് ശേഷം ലെഫ്റ്റ് സൈഡിലേക്കും റഫീഞ്ഞയെ ഫ്ലിക്ക് മാറ്റി പരീക്ഷിച്ചു. ഫ്ലിക്കിന്റെ ഈ 2 പരീക്ഷണങ്ങളും സമ്പൂർണ്ണ വിജയമായിരുന്നു. ഏത് പൊസിഷനിലും കളിപ്പിക്കാനാകുന്ന ഒരു പ്രതിഭയെ വലിച്ചു പുറത്തിടുകയായിരുന്നു അയാൾ. ജർമ്മൻ കോച്ചിന്റെ പരീക്ഷണങ്ങളോട് റഫീഞ്ഞയുടെ പ്രതികരണവും പോസിറ്റീവായിരുന്നു. പൊസിഷൻ മാറ്റി പരീക്ഷിച്ച് ഫ്ലിക്ക് നടത്തുന്ന ടാക്ടിക്കൽ ഷിഫ്റ്റുകൾ ഞാൻ ആസ്വദിക്കുകയാണ് എന്നായിരുന്നു ബ്രസീലിയൻ താരത്തിന്റെ പ്രതികരണം. ഫലത്തിൽ ഇത് അയാളെ ഈ സീസണിൽ ബാഴ്സയിലെ ഏറ്റവും മികച്ച താരമാക്കി മാറ്റി. ബാഴ്സയിലെ MSN ത്രയത്തെ ഓർമ്മിപ്പിക്കും വിധം ലെവൻഡോസ്കി, റഫീഞ്ഞ, ലമീൻ യമാൽ ത്രയം
മൈതാനങ്ങളിൽ നിറഞ്ഞാടി. റയൽ മാഡ്രിഡും ബയൺ മ്യൂണിക്കും ബൊറൂഷ്യ ഡോട്ട്മുണ്ടും ഒക്കെ ഈ പടയോട്ടത്തിൽ കടമുടങ്ങി. ചാമ്പ്യൻസ് ലീഗിൽ കളിച്ച 6-ൽ 5 കളികളും ജയിച്ച ബാഴ്സ പോയിന്റ് പട്ടികയിൽ ലിവർപൂളിന് തൊട്ട് താഴെ രണ്ടാമതാണിപ്പോൾ. ലാലിഗയിലാകട്ടെ 17 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ 1-ാം സ്ഥാനത്ത് തുടരുന്നു. 2015 ശേഷം ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിടാനാകാത്ത ബാഴ്സക്ക് ഏറെക്കാലത്തിന് ശേഷം കിരീട പ്രതീക്ഷകൾ മുളപൊട്ടി തുടങ്ങിയതിന് പിന്നിൽ റഫീഞ്ഞയുടെ ഫോം നിർണായകമാണ്. കഴിഞ്ഞ ദിവസം മയോർക്കെതിരെ ഇരട്ട ഗോളുമായി കളം നിറഞ്ഞ ശേഷം റഫീഞ്ഞ പറഞ്ഞു വെച്ച വർത്തമാനത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. ഇവിടം കൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ബാഴ്സക്കായി ഇനിയുമേറെ ചെയ്തു തീർക്കാനുണ്ട്.